ഇന്ത്യയുടെ പ്രസിഡന്റിനെതിരെയോ ഗവർണർക്കെതിരെയോ ക്രിമിനൽ പ്രൊസീഡിങ്സ് ഒന്നും തന്നെ സാധ്യമല്ല എന്നതാണ് ഭരണഘടനാപരമായ അവരുടെ അവകാശം. ഇത് മാത്രമല്ല, അവരുടെ തീരുമാനം അന്തിമമാണ്, ചോദ്യം ചെയ്യാനാവാത്തതുമാണ്. അതിന് വ്യവസ്ഥാപരമായ മറ്റു മാർഗങ്ങളാണുള്ളത്. അതിന് സംസ്ഥാന സർക്കാർ ഉപയോഗിച്ചിരിക്കുന്നത് റിട്ട് ജൂറിസ്ഡിക്ഷന്റെ വകുപ്പാണ്. ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ ആർട്ടിക്കിൾ 14 മുതൽ 32 വരെയുള്ള മൗലികാവകാശങ്ങളിൽ ആർട്ടിക്കിൾ 32 പറയുന്ന റിട്ട് ജൂറിസ്ഡിക്ഷൻ പൗരന്മാർക്ക് അവകാശപ്പെട്ടതാണ്. ശ്രീ ജെ.ആർ. പത്മകുമാർ സാർ പറഞ്ഞതുപോലെ പൗരന്മാർക്ക് അവകാശപ്പെട്ട ഒരു മൗലികാവകാശം. ഈ അവകാശത്തിന്റെ പരിധിയിലാണ് റിട്ട് ഫയൽ ചെയ്തിരിക്കുന്നത്. റിട്ടുകൾ കൊടുത്താൽ അത് ഫയലിൽ സ്വീകരിക്കണമെന്നാണല്ലോ. അങ്ങനെയാണ് ഇവിടെ കേസ് ഉണ്ടായിരിക്കുന്നത്. ഈ കേസിന്റെ പിന്നാമ്പുറത്തേക്ക് പോയാൽ നമുക്കറിയാം 7 ബില്ലുകൾ നമ്മുടെ നിയമസഭ പാസാക്കിയതും ഗവർണർ അനുമതി തടഞ്ഞു വെച്ചിരുന്നതുമായ 7 ബില്ലുകൾ, ആ 7 ബില്ലുകൾ രാഷ്ട്രപതിക്ക് സമർപ്പിക്കുകയും അതിൽ 4 എണ്ണം രാഷ്ട്രപതി ദ്രൗപദി മുർമു അതിന് അംഗീകാരം കൊടുത്ത് മറ്റ് 3 ബില്ലുകൾ അംഗീകാരം കൊടുക്കുകയും 4 എണ്ണം തടഞ്ഞു വെക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ ഒരു ഭരണഘടനാപരമായ ഒരു പ്രശ്നം ഇവിടെ വരുന്നു, ഒരു പ്രതിസന്ധി വരുന്നു, ഒരു എന്താ പറയുക, ഒരു ഫ്ലൂയിഡ് സിറ്റുവേഷൻ ഇവിടെ വരികയാണ്. ഇവിടെ ഒരു അൺപ്രസിഡന്റഡ് ഒരു നിയമമാണ്, ഒരു കേസാണ് ഇവിടെ വരുന്നത്. പ്രസിഡന്റിനെതിരെ സാധാരണഗതിയിൽ ഒരു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പരാതി ഉയരാമെങ്കിലും കേസ് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. നോക്കൂ, നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ വ്യവസ്ഥയാണ്. ആ വാക്ക് പറയുന്നില്ല, ഭരണഘടനയിൽ പറയുന്നില്ല എങ്കിലും ആർട്ടിക്കിൾ 1 പറയുന്നു ഇന്ത്യ അതർവൈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് ദ സ്റ്റേറ്റ്. ഇതിനെ ഭരണഘടനാ വിദഗ്ധന്മാര് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഇതൊരു ക്വാസി ഫെഡറൽ സംവിധാനമാണ്, കേന്ദ്രീകൃത സ്വഭാവമുള്ള ഒരു ഫെഡറൽ സംവിധാനമാണ്. ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല എങ്കിലും അങ്ങനെയാകുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് ആ സംസ്ഥാനങ്ങളുടേതായ ഒരു സ്പിയർ ഓഫ് ഇൻഫ്ലുവൻസ് വേണം, സ്വയം നിർണയ അവകാശം വേണം, ഓട്ടോണമിയിൽ കുറവുള്ള എന്നാൽ കേന്ദ്രത്തിന്റെ നിയമത്തിന് വിധേയമായി ചില കാര്യങ്ങളിൽ സംസ്ഥാനത്തിന് അവരുടേതായ ഒരു ആവിഷ്കാരം ഉറപ്പുവരുത്താനുള്ള ഒരു സംവിധാനമാണ് ഭരണഘടനാ പിതാക്കന്മാർ നമ്മുടെ സംസ്ഥാനങ്ങൾക്കായി വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇവിടെ സംസ്ഥാനങ്ങളിൽ പലപ്പോഴും രാഷ്ട്രീയ പ്രേരിതമായി ഈ രാജ്യത്തിന്റെയും ഭരണഘടനയുടെയും അന്തസ്സത്തേക്ക് നിരക്കാത്ത ചില നീക്കങ്ങൾ പലപ്പോഴും സംസ്ഥാന തലത്തിൽ നടക്കാറുണ്ട്. ഇതിന് തടയിടാനുള്ള ഘടനാപരമായ എല്ലാ സംവിധാനങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ശ്രീ റോണി കെ ബേബി സൂചിപ്പിച്ച ആർട്ടിക്കിൾ 200, 201 മുതലായ വകുപ്പുകൾ വളരെ നിർണായകമാകുന്നത് അതാണ്. അതുപോലെ ആർട്ടിക്കിൾ 356 വകുപ്പും അതീവ നിർണായകമാണ്. കാരണം ഒരു സംസ്ഥാന ഭരണം ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി എന്ന് പറയുന്ന ആ ഒരു സംവിധാനം തകരുകയാണെങ്കിൽ ഈ ഗവർണർക്ക്, കേന്ദ്രത്തിന്റെ ഏജന്റായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഗവർണർക്ക് അക്കാര്യം പ്രസിഡന്റിന് റിപ്പോർട്ട് ചെയ്യുകയും അത് പ്രസിഡന്റിന് ആ ഭരണഘടനാ സംവിധാനം തകർന്നു എന്ന് ബോധ്യമായാൽ സംസ്ഥാന അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 356 അനുസരിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇവിടെ ആ ഘട്ടത്തിലൊന്നും പോയിട്ടില്ല. ഇവിടെ വന്നിരിക്കുന്ന നേരെ തിരിച്ചാണ്. സംസ്ഥാനത്തിന് കേന്ദ്രത്തെ കുറിച്ചുള്ളൊരു പരാതി, അത് രാഷ്ട്രീയ പരാതിയാണ്. ഇവിടെ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനോടല്ല പരാതി എന്ന് ഓർക്കണം, പ്രസിഡന്റിനെ ഇംപ്ലിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. നോക്കൂ, പ്രസിഡന്റിന്റെ ഓഫീസിനെയും സെക്രട്ടറിയെയും എല്ലാം തന്നെയാണ് ഇവിടെ റെസ്പോണ്ടൻസ് ആയി വെച്ചിരിക്കുന്നത്. ഇവിടെ കാണുന്ന ഒരു കാര്യം, ഇവിടെ തെരഞ്ഞെടുപ്പ് അടുത്തൊരു സമയമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ ജെ.ആർ. പത്മകുമാറും ശ്രീ റോണി കെ ബേബിയും സൂചിപ്പിച്ചത് ഇത് പൊളിറ്റിക്കൽ സ്റ്റണ്ട് എന്നാണ്. ആ വാക്ക് തന്നെ രണ്ടുപേരും ഉപയോഗിച്ച ആ വാക്ക് ഒരിക്കൽ കൂടി ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇതൊരു തരം കേന്ദ്രത്തിനെതിരെ അതിശക്തമായി പോരാടാൻ ഞങ്ങൾക്കേ കഴിയൂ എന്ന് തെളിയിക്കാൻ ഇവിടെ 2 ഘടനകൾ, UDF സംവിധാനത്തിനും LDF സംവിധാനത്തിനും താല്പര്യമുണ്ട്. കാരണം BJPയെ ആരാണോ കേരളത്തിൽ ഏറ്റവും ശക്തമായി എതിർക്കുന്നത് അവർക്കായിരിക്കും മതനിരപേക്ഷ വോട്ട്, അല്ലെങ്കിൽ മുസ്ലിം ജനസാമാന്യത്തിന്റെ വലിയ തോതിലുള്ള വോട്ട് അവർക്കായിരിക്കും എന്ന രാഷ്ട്രീയ ബോധത്തിൽ നിന്നും സർക്കാരിന് വീണ് കിട്ടിയ ഒരു അവസരമാണിത്.